അദ്ദേഹം കൈവച്ചെടുത്തൊക്കെ വിജയിച്ചു എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പാക്കി എന്നുള്ളതും പൂർണ്ണമായും സത്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും ഒക്കെ വരച്ച വരകൾ നിർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പ്രതിപക്ഷത്തെ ഏറെക്കുറെ ഇല്ലായ്മ ചെയ്തു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതിശക്തമായൊരു രാഷ്ട്രീയ സംവിധാനം വളരെയധികം പതറുന്നതും പലപ്പോഴും മുട്ടുകുത്തുന്നതും നമ്മൾ കണ്ടു. പ്രതിപക്ഷമുക്തമായ ഒരു അധികാരമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്, നടപ്പാക്കാൻ വേണ്ടി യത്നിക്കുന്നത്. പിന്നെ മോഡിയുടെ കൂടെ ശ്രീരാമൻ്റെ കൂടെ ലക്ഷ്മണൻ, അല്ലെങ്കിൽ കർത്താവ് ഈശോ മിശിഹായുടെ പത്രോസ്ലീഹ എന്ന് പറഞ്ഞ പോലെ അമിത്ഷായുമുണ്ട്. പിന്നെ ഒരുപാട് സേവകന്മാർ, അതിബുദ്ധിമാന്മാരായ ഒരുപാട് ആളുകളുടെ പിൻബലം അദ്ദേഹത്തിനുണ്ട്. പിന്നെ പ്രതിപക്ഷം ദയനീയാവസ്ഥയിലാണ്. BJPയെ വ്യവസായികൾ കൈയച്ച് സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. പക്ഷേ രണ്ടുപേരും രണ്ട് തരത്തിൽപ്പെട്ട വ്യക്തികളാണ്, രണ്ട് തരത്തിൽപ്പെട്ട ഭരണാധികാരികളാണ്. രണ്ടുപേരുടെയും ലോക വീക്ഷണം വ്യത്യസ്തമാണ്, ദേശീയ വീക്ഷണം വ്യത്യസ്തമാണ്. ഒരാൾ ഇൻക്ലൂസീവ് പൊളിറ്റിക്സിൻ്റെ അപ്പോസ്റ്റലിനായിരുന്നെങ്കിൽ മറ്റേ ആൾ ഈ ഭിന്നത കൂടുതൽ രൂക്ഷമാക്കി അധികാരം നിലനിർത്തുന്ന കലയിൽ അദ്വിതീയനായിട്ടുള്ള വ്യക്തിയാണ്. രണ്ടുപേരും വിജയിച്ച രാഷ്ട്രീയക്കാരാണ്, അതിൽ സംശയമില്ല. പക്ഷേ വിജയം രണ്ട് രീതിയിലാണ്. അവർക്ക് ചരിത്രം മാർക്കിടുന്നതിന് രണ്ട് രീതിയിലായിരിക്കും. പക്ഷേ രണ്ടുപേരും രണ്ട് തരത്തിൽപ്പെട്ട വ്യക്തികളാണ്, രണ്ട് തരത്തിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ഇവർ തമ്മിൽ എത്ര കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും വളരെയധികം വ്യത്യസ്തതകളുണ്ട്. ഈ വ്യത്യസ്തതകളെല്ലാം കൂടി ചേർന്നാണല്ലോ ജനാധിപത്യം. അതുകൊണ്ട് ഒന്ന് മോശം മറ്റത് വളരെ മോശം എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഇനി ഇതൊക്കെ കാലം തെളിയിക്കേണ്ട, ചരിത്രം തെളിയിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് മാത്രം പറയും.